ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് എൻ്റെ മോൻ 1 കിലോ കാട ഇറച്ചിയാണ് വാങ്ങിക്കൊണ്ടുവന്നത്. ഇറച്ചിയാക്കിയിട്ടുള്ളത് 1 കിലോ. 6 കാടയും 5.5 കാടയിട്ടുണ്ട്. 5.5 6 കാടുണ്ട്. അതിൽ നിന്നൊരു 5 പീസ് എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം തോർത്തെടുത്തിട്ടുണ്ട്. ഈ കാട അരവ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പെരിഞ്ജീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. കാട ഇറച്ചി എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഇറച്ചിയാണ്. കോഴിയെ പോലെ ചിക്കനെ പോലെ ഒന്നല്ല, നല്ല ഒരു ഇറച്ചിയാണ്. പ്രോട്ടീൻ്റെ ഒരു കലവറ തന്നെയാണ്. പഴഞ്ചൊല്ലിൽ പറയാറുള്ളത് 1000 കോഴിക്ക് അരക്കാടാന്നാണ്. ഇനി ഇത് നമുക്ക് കുരുമുളക് പൊടി കുറച്ചുകൂടി ഇട്ട് കൊടുത്ത് ഇത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് പ്രത്യേക തരം ഫ്രൈ ആക്കാനാണെന്ന് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. ഇതിന് കുറച്ച് കക്കും കരളും, ഇതിൻ്റെ എല്ലാ കാടയുടെയും കക്കും കരളും, 6 കാടയുടെ കക്കും കരളും, അതിൻ്റെ കൂക്ക്, ആൺകാടകളാണ് ഇത്, അതിൻ്റെ കൂക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കക്കും കരളും എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റൂല. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മല്ലിപ്പൊടി നമ്മൾ ഏതായാലും കുക്കറിൽ വെച്ച് വരട്ടാനാണ് തീരുമാനിച്ചത്. കുക്കറിൽ ഇങ്ങനെ അരവ് തേച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചെറുനാരങ്ങ, ഒരു അരമുറി ചെറുനാരങ്ങ ജ്യൂസും പിഴിഞ്ഞ് കൊടുത്തിട്ട് ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അതിലേക്ക് പ്രസ് ചെയ്ത് ചതച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലപ്പൊടി നല്ലോണം 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി കുഴച്ചിട്ട് നമുക്കത് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ആ കക്കും കരളും കൂക്കും ഒന്നും എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റൂല, അത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് തന്നെ ആ കുക്കറിൻ്റെ അടിയിൽ അതിട്ട് അതിൻ്റെ മേലേക്ക് അരവ് തേച്ച കാടയൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ എപ്പോഴും ടേസ്റ്റ് ആണല്ലോ. ഞാൻ കുക്കർ എടുത്തിട്ട് വിസിലടിച്ചാൽ വെക്കാനുള്ള കുക്കർ എടുത്തിട്ട് വെളുത്ത് വാങ്ങണതൊക്കെ അതിൻ്റെ കൂക്കാണ്. ആൺകാടകളുടെ കൂക്ക്, ആൺകാടകളാണ് ഇറച്ചി കൊടുക്കുന്നത്. പിടക്കാടകൾ, പൂവൻ കാടകൾ ഇറച്ചിക്കും, പിടക്കാടകൾ മുട്ട ഇടാനും നിർത്തുന്നതാണെന്ന് തോന്നുന്നത്. എല്ലാം കൂടെ കുക്കറിലിട്ട് ആ പാത്രം ചൊയിച്ച് വെച്ച വെള്ളത്തിൽ, ഒരൽപ്പം വെള്ളത്തിൽ കുക്കർ സ്റ്റൗവിൽ വെച്ച് വിസിലടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു നല്ല കട്ടിയുള്ള ചട്ടി എടുത്ത് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും ഇട്ട് ഈ കുക്കർ വിസിലടിച്ച് വാങ്ങിയ വിസിൽ പോയി തുറന്നെടുത്ത അത് നമുക്ക് അതിലേക്ക് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഞാൻ ആ അരവ് തേച്ച ഉപ്പ് മാത്രമാണ്, പിന്നെ കുക്കറിലിട്ടപ്പോൾ ഉപ്പ് ഇട്ടിരുന്നില്ല. അതുകൊണ്ട് കക്കും കരളും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് കല്ലുപ്പും ചിക്കൻ മസാലപ്പൊടിയും ഒരൽപ്പം ചെറിയ ഉള്ളി ഇട്ട് നന്നായി വറ്റിച്ചെടുത്തിട്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് കോരിയെടുക്കാം, നമുക്ക് ഇനി കഴിക്കാം. പ്രത്യേക തരം ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കി അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞ് കമൻറ്റ് ചെയ്യണേ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി വരാം ഇൻഷാ അല്ലാഹ്.